പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലതും കഴിയും. ആ മനുഷ്യന് ഒരു ഉറപ്പുണ്ട്. താൻ യേശുവിനെ തെമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ആ മനുഷ്യന് കർത്താവിനെ നേരിട്ട് തേജസ്സിൽ കാണുവാനൊക്കെ ഇടയത്തുള്ളൂ. പക്ഷെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ച ശേഷം അനവധി പ്രതികൂലങ്ങളിലും പ്രതിസന്ധിയിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി. പക്ഷേ രണ്ടാമത്തെ മിഷണറി യാത്ര ഫിലിപ്പിയിലേക്ക് പോവുക. അവിടെയാണ് ഒരു വെളിച്ചപ്പാടത്തി ലക്ഷണം പറയുകയും പൗലോസിനെ ആ വിഷയത്തിൽ പൗലോസ് മുഷിയാനൊക്കെ ഇടയായിട്ടുണ്ട്. എന്നാൽ പൗലോസ് പിന്നീട് തിരിഞ്ഞു നോക്കിയെന്നാണ് പറയുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവളിൽ വ്യാപരിക്കുന്ന ഭൂതത്തെ കാണുവാനും ആ ഭൂതത്തോട് യേശുവിൻ്റെ നാമത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ ആ ഭൂതം അവളെ വിട്ടുപോയി. അനേക വർഷങ്ങളായ ഭൂതത്തെ കൊണ്ട് നടന്ന് അനേകർക്ക് പ്രവചനം കൊടുക്കുന്ന ഒരു വെളിച്ചപ്പാടത്തെ. അപ്പൊ വെളിച്ചപ്പാടത്തെ പ്രവചിക്കുന്ന എന്തുകൊണ്ടാണ്? ഈ ബോധമുള്ളതുകൊണ്ടാണ്. അപ്പോ ഈ വിട്ടുപോയപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ഈ ലാഭം, കാരണം ഇവളെ വെച്ചിട്ടാണ് അവർ കാശുണ്ടാക്കുന്നത്. കാരണം ഇങ്ങനെ വെളിച്ചപ്പാടത്ത് ഈ വെളിപ്പാട് പറയുമ്പോൾ മറ്റുള്ളവരെല്ലാം കാശിടും. അപ്പം അങ്ങനെ കുറേ പേര് ജീവിക്കുന്നവരുണ്ട്. അവർ ലാഭം പോയി എന്നറിഞ്ഞിട്ട് ഈ ശാസിച്ചിരിക്കുന്ന പൗലോസിനെയും ശീലാസിനെല്ലാം പിടിച്ച് അടിച്ച് ഛന്ദസ്സിനെ പരസ്യമായി അടിച്ചു. അവസാനം ഇപ്പം എന്ത് ചെയ്തു? പൗലോസും ശീലാസും ജയിലിലാണ് കിടക്കുന്നത്. ഫിലിപ്പി ആ ജയിലിൻ്റെ അകത്തുകൊണ്ട് അകത്തെ തടവറയിൽ കൊണ്ടിട്ട് വെച്ചിരിക്കുക. പക്ഷെ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ദൈവത്തെ പാടി ദൈവത്തെ സ്തുതിച്ചു. കൈകാലുകൾ ബന്ധനമുണ്ട്, ആമത്തിൽ പൂട്ടിരിക്കുന്നെങ്കിലും അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് അവരുടേതായ ചങ്ങലകളെല്ലാം അഴിഞ്ഞു മാറി. അവർ കിടക്കുന്ന കാരാഗൃഹത്തിന്റെ വാതിലൊക്കെയും തുറന്നു. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഭൂമിയുടെ ആ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അങ്ങനെ അവിടെ ഇരുന്ന സൂപ്രണ്ട് തന്നെ എല്ലാവരും പോയി എന്നറിഞ്ഞ് താൻ മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. തന്നെ കൊല്ലുവാൻ ഇത്രയും പേരെല്ലാം ഈ ജയിലെല്ലാം തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ഇനി ഇവരെല്ലാവരും നഷ്ടപ്പെട്ടു പോയി എന്ന് ഊഹിച്ച് താൻ മരിക്കാൻ വേണ്ടി ശ്രമിച്ചു. പൗലോസ് പറഞ്ഞു, നിനക്കൊന്നും ഒരു ദോഷവും ചെയ്യരുത്. അങ്ങനെയോട് പറഞ്ഞ് ഈ സൂപ്രണ്ട് ചോദിക്കാൻ, രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അങ്ങനെ ആ കുടുംബം യേശുവിൽ വിശ്വസിച്ചു, രക്ഷ പ്രാപിക്കാൻ ഇടയെ തുറന്നു. കാരണം ഒരു വലിയ അത്ഭുതങ്ങൾ